ഇതാണ് omega-3 ഫിഷ് ഓയിൽ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ലേ ഈ സാധനം എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ചിലർക്ക് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. വെറുതെ വാങ്ങിച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ സാധനം ആർക്കൊക്കെ കഴിക്കാം, എപ്പോൾ കഴിക്കാം, എന്തിനു കഴിക്കാം. omega-3 ഫിഷ് ഓയിൽ ഒരു സപ്ലിമെൻ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് ആർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും കഴിക്കാം. തീരെ ചെറിയ കുട്ടികൾക്കുണ്ട്. അതിന് മെയിൻ റീസൺ നമ്മൾ എന്തിനാണ് സപ്ലിമെൻ്റ് എടുക്കുന്നത്. നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡിൽ മതിയായ ന്യൂട്രീഷൻസ് ഇല്ല എങ്കിൽ നമുക്ക് അഡീഷണൽ സപ്ലിമെൻ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആൾക്ക് omega-3 ഒക്കെയാണ്. എന്നെ സംബന്ധിച്ചോളം ഇവിടെ എപ്പോഴും ന്യൂട്രീഷൻസ് അവൈലബിൾ അല്ല, എല്ലാ ടൈപ്പും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം കഴിക്കുന്നത്. ഇത് നൈറ്റ് ഡിന്നറിന് ശേഷം ഒക്കെ കഴിക്കാനൊക്കെ വളരെ ബെറ്റർ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഹേർട്ട് ലൈഫിന് നല്ലതാണ്, ഐസൈറ്റിന് നല്ലതാണ്, നല്ല ഓർമ്മശക്തി, പിന്നെ ഹെയർ സംബന്ധമായ ഹെയർ ഫോള്, അതുപോലെ ഹെയർ ഗ്രെയിൻ, ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇത് അഡീഷണൽ ചെറിയ സപ്പോർട്ടാണ്. ഒരുപാടൊന്നുമല്ല, ചെറിയ രീതിക്ക് ഒരു സപ്പോർട്ട് മാത്രമാണ് omega-3. പിന്നെ ഇതിനങ്ങനെ കാര്യമായിട്ട് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പക്ഷേ ഇത് ചില ആളുകൾക്ക് തീരെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഫിഷ് ഓയിലാണ്, പേര് പോലെ തന്നെ ഫിഷ് ഓയിലാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാബ്ലറ്റ്സ് കാണിച്ചു തരാം. ഒരു യെല്ലോ കളർ ടാബ്ലറ്റാണ്, കണ്ടില്ലേ. ഇത് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പൊട്ടി അതിനകത്ത് ഓയിൽ എത്തും. എമ്പൊക്കെ കൂടുന്ന ആളുകൾക്ക് ആ സമയത്ത് ഫിഷ് ഓയിലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടും. കാരണം ഫിഷിൻ്റെ ഒരു സ്മെൽ ഒരുപാടൊന്നും നല്ല ചെറിയ രീതിക്ക് സ്മെല്ല് നമുക്ക് കിട്ടും. അത് താല്പര്യമില്ലാത്തവർക്ക് ഇത് പുളിച്ചത് കേട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഈ സാധനം സജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അല്ലാത്ത ആളുകൾക്ക് ഈ സാധനം സുഖമായിട്ട് കഴിക്കാം. നല്ല സാധനമാണ്. അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ റേഞ്ച് വന്നിട്ട് 93 ഖത്തർ റിയാലാണ്. അതിന് 100 പീസസ് ഉണ്ടാവും. ഇതൊരു കിട്ടുന്ന സാധനമാണ്. അത്യാവശ്യം നല്ല ഒരു സപ്ലിമെൻ്റാണ് എടുക്കുന്നത്.